Welcome to Fatness First. Happiness is homemade. Hi friends, ഇന്ന് നല്ലൊരു അറബിക് സ്വീറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ലുക്കൈമാത്ത് എന്നോ അല്ലെങ്കിൽ സ്വീറ്റ് ബോൾ അല്ലെങ്കിൽ ഡംപ്ലിങ്സ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ? ഒരു ബൗളിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ചേർത്ത് ഇളം ചൂടുള്ള വെള്ളം, അധികം ചൂട് പാടില്ല, കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇളം ചൂട് മതി. എന്നതിന് ശേഷം മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 2 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്തത് ഒരു നുള്ള് ബേക്കിംഗ് പൗഡർ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ട കെട്ടാൻ പാടില്ല. അപ്പോൾ മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഫോമിലാണ് നമുക്ക് കൂട്ടുണ്ടായിരിക്കേണ്ടത്. അപ്പോൾ ഇത് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ലവണ്ണം സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈസിയാണ്, വെരി ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി ഇത് നമ്മൾ നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു 1 മണിക്കൂർ 1.5 മണിക്കൂറോളം നമുക്കിത് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം. ഇനി ഇത് അടച്ച് വെച്ച് 1 മണിക്കൂറിന് ശേഷം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു 1 അവർ ആയിട്ടുണ്ട്. നല്ലവണ്ണം മാവ് പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു ബോളാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ? ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ മാവ് ഒരു കൈ കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് നമുക്കൊരു സ്പൂണ് ഓയിലിൽ തടവിയിട്ട് ഇങ്ങനെ എടുക്കണം. ശേഷം നമുക്ക് ആ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഓരോരോ ബോളും നമുക്ക് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ഓരോരോ ബോൾസ് ഓയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മാത്രം ഓയിലിന് നല്ല ചൂടുണ്ടായിരിക്കണം. അതിനുശേഷം ഫ്ലെയിം കുറച്ച് ഒരു ലോൻ്റെയും മീഡിയത്തിൻ്റെയും ഇടയിൽ ഇട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ലൈറ്റ് ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കിത് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മാവ് ഓരോരോ ബോൾസാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ ഡംപ്ലിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് ഡേറ്റ് സിറപ്പാണ്. അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാം വീട്ടിൽ തന്നെ. അപ്പോൾ ഞാനിവിടെ ഡേറ്റ് സിറപ്പാണ് യൂസ് ചെയ്യുന്നത്. അതുകൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ടിട്ടാണ് നമ്മൾ സാധാരണ കഴിക്കാറ്. ഡേറ്റ് സിറപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് വൈറ്റ് എള്ള് അത് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അറബിക് ഡെസേർട്ടായ സ്വീറ്റ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എളുപ്പത്തിൽ തയ്യാറാക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനാബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അടുത്ത വീഡിയോസുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.